ഒരു ഓർഗനൈസേഷന്റെ മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന ആൾക്കാരെ പോലെ തോന്നുന്നുണ്ടോ നമ്മളെ? എന്നാലല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഇത് എൻ്റെ അമ്മയുടെ കുബുദ്ധിയിൽ തോന്നിയതാണ് ഈ ഒരു ഡ്രസ് കോഡ്. എൻ്റെ അമ്മയും മഞ്ഞ ഷർട്ട്, തലയിൽ മഞ്ഞ കോടി, മഞ്ഞ മുണ്ടാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ കിട്ടാത്തത് ദൈവഭാഗ്യം. അതുകൊണ്ട് വെള്ളമുണ്ടിൽ ഒതുക്കി. അതും ഞാനും അമ്മയും വെള്ളമുണ്ട് കൊടുക്കണമെന്നായിരുന്നു പുള്ളിക്കാരുടെ സജഷൻ. പക്ഷെ ഞാനത് മുളയിലേ നുള്ളിക്കളഞ്ഞുകൊണ്ട് പാൻറ്റെങ്കിലും ആക്കാൻ പറ്റി. 6 ഒരുപോലെ പോയതുകൊണ്ട് നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വന്നിടാന്നായിരിക്കും അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അമ്മയുടെ അപ്പയുടെ ഈ നടത്തം കാണുമ്പോഴേ എനിക്ക് തിളക്കം സിനിമയിൽ മറ്റേ പാൻറ് തച്ചു കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും നടക്കൂലേ, അതാണ് കേട്ടോ ഓർമ്മ വന്നത്. അടുത്ത 2 പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുമോ അളിയ. എന്റെ വീട് വന്നിട്ട് കേരള തമിഴ്നാട് ബോർഡറാണ്. അതുകൊണ്ട് നമുക്കിപ്പം ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് തമിഴ്നാട് ഏരിയയിലോട്ട് പോകാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പിൽ മെയിൻ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലവും പിന്നെ ഇവിടെ നമ്മുടെ തൃപ്പരപ്പ്, കന്യാകുമാരി, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തൊട്ടിപ്പാലത്തിലേക്കാണ് കേട്ടോ. ഈ തൊട്ടിപ്പാലത്തിന് എന്തിനാ തൊട്ടിപ്പാലം എന്ന് വിളിക്കണേന്ന് അറിയാമോ? ഇത് വന്നിട്ട് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ സഞ്ചരിക്കാനുള്ള പാലങ്ങളൊക്കെ അറിയാം, പക്ഷെ വെള്ളം കൊണ്ടുപോകാനുള്ള പാലങ്ങൾ അറിയാമോ? എന്നാൽ അങ്ങനെ ഒന്നാണ് കേട്ടോ ഈ ഒരു തൊട്ടിപ്പാലം. പണ്ട് കാലത്ത് ഇവിടുത്തെ വിളവൻകോട്, കൽക്കുളം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വരൾച്ചയുണ്ടായി. അപ്പോൾ അവർക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ അവർക്ക് വെള്ളം വേണം. അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഒരു ഹില്ലിൽ നിന്ന് മറ്റൊരു ഹില്ലിലേക്ക് വെള്ളം പാസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് സ്ട്രക്ചറിൽ, അതാണല്ലോ തൊട്ടി എന്ന് പറയുന്നത്, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ അവരൊരു പാലം നിർമ്മിച്ചു കേട്ടോ. അതുവഴി വെള്ളം പാസ് ചെയ്ത് പോയി. ഇന്നും അതുവഴി തന്നെയാണ് കണ്ടോ വെള്ളം പാസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു പേരുണ്ടായത്. ഈ കാണുന്നത് പോലെ ഒന്നല്ല, ഏകദേശം 1 കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന് നീളം എന്ന് പറഞ്ഞാൽ. 28 വമ്പൻ തൂണുകൾ കൊണ്ടാണ് ഈ ഒരു പാലത്തെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. പണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരിക്കുമായിരുന്നേ, പക്ഷെ ഇപ്പൊ പോയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ പോയ സമയത്തിന്റെ ആയിരിക്കും. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയേ. അതുകൊണ്ട് തന്നെ ഈ 1 കിലോമീറ്റർ നടന്നു വന്നത് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചത് പോലും ഇല്ല. ഇനി ഈ പാലത്തിൽ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു നടന്നു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കുറെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി മുകളിൽ വേണമെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ പാലം വന്ന് ഇറങ്ങുന്നിടത്ത് കുറച്ച് കടകളുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മളെ പുറത്തുചക്കയില്ലേ, കൈതച്ചക്ക, ആ സാധനവും പിന്നെ ഈ പുളിമുട്ടായിയാണേ. ഇതെപ്പോൾ വന്നാലും കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ കൈതച്ചക്ക കുറച്ച് കുറവായിരുന്നു കേട്ടോ, സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്നത് തേനാണ് കേട്ടോ. അവർ പറഞ്ഞത് ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങിയാലും ശുദ്ധമായ തേന് കിട്ടുമെന്നാണ്. ഈ പുളിമുട്ടായി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളും പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വന്നു. ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവസാനം ആ കവർ വായിക്കാത്തിട്ടിട്ട് ഇങ്ങനെ ചവയ്ക്കും. അപ്പം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്ക് ലെവലിലായിരിക്കും. പുളിമുട്ടായിയുടെ കൂടെ തേൻമുട്ടായി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരിക്കച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ വരിക്കച്ചക്കയല്ല, ഒരു ചുവപ്പ് കളറുള്ള വരിക്കച്ചക്കയാണ്. ഇതിനെന്തോ പേര് പറയുമല്ലോ, എന്താണെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും ഈ ഒരു ചുവപ്പ് കളറിലുള്ള വരിക്കച്ചക്ക ഉണ്ടായിരുന്നേ. ഈ ഒരു 4 or 5 പീസിന് 20 രൂപ 30 രൂപ എങ്ങാണ്ട് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊതി മൂത്ത് വാങ്ങിയതാണേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വമ്പൻ തൂണുകൾ കേട്ടോ. എന്ത് വലിപ്പമാണെന്ന് നോക്കിയത്. അങ്ങനെ 28 കേട്ടോ ഉള്ളത് അവിടെ. പിന്നെ അവിടെ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ടവർ കൊടുത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അതുവഴിയാണ് നമുക്ക് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ നമ്മൾ താഴെ ഇറങ്ങുന്ന സമയത്ത് അവിടെ കുഞ്ഞു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പോയി ഇന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആനയുടെ അടുത്ത് പോയി കുറെ ഫോട്ടോയൊക്കെ എടുത്തു. താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞക്കോടി എന്തിനാണ് കെട്ടിയെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നമുക്ക് ഹാപ്പി ഓണം പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ ഇതും കെട്ടി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ. ഈ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്കായിരുന്നേ. അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിലാണ് മുതുക്കന്മാരെ ഞങ്ങൾ എല്ലാവരും കയറിയിരുന്ന് ആടിയത്. ഭാഗ്യം കൊണ്ടത് പൊട്ടി വീണിട്ടുണ്ടായിരുന്നില്ല. സ്ട്രോങ് ആണ് കോംപ്ലാൻ ബോയ്. ഈ പാലത്തിന്റെ താഴെയുള്ള ഈ ഒരു പുഴയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. പക്ഷെ നല്ലൊരു പുഴയാണ്. അവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയേ. അപ്പോൾ അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ നാഗവല്ലി Y2K1. സോ എനിക്ക് ചെറുതായിട്ട് ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടണേ.